ഇതാണ് കോക്കോപിറ്റ്. അപ്പം ഇത് കംപ്രസ്ഡ് ഫോമാണ്. നമുക്കിത് പൗഡർ ഫോം ആക്കിയാൽ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. കണ്ടാൽ നമ്മുടെ ഇഷ്ടിക പോലെ ഇരിക്കും. 900 grams ആണ്, 1 കിലോ ഇല്ല. ഇതിന് 90 rupees. ഇത് ഒരു പ്ലാസ്റ്റിക് കവറിൽ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ഇത് സോക്ക് ചെയ്യാനായിട്ട് ഞാനൊരു നല്ല ബേസൻ എടുത്തു. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റിക്കളയാം. കംപ്രസ് ചെയ്ത് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവർ വെച്ച് ടൈറ്റായിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബ്രിക്ക്. ശരിക്കും പറഞ്ഞാൽ മൺകട്ട പോലെ തന്നെ ഇരിക്കും കേട്ടോ. കണ്ടു കഴിഞ്ഞാലും അത്ര നല്ല പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇതിൻ്റെ കളർ ഡിഫറൻസ് കണ്ടോ? വെള്ളം വീഴുമ്പോഴേക്കും ആ വെള്ളത്തിൻ്റെ നനവ് കൊണ്ട് കളർ മാറി മാറി വരുവാണ്. ഇങ്ങനെ നമുക്ക് അടർത്തി മാറ്റാം. വെള്ളം ചെന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ പ്രഷറൊക്കെ റിലീസ് ചെയ്ത് വെള്ളം ഇതിനകത്തോട്ട് അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ നടന്ന് പോരും. ഈ വെള്ളം എല്ലാം ഓൾമോസ്റ്റ് കറയുടെ കളറാണ്, ബ്രൗൺ കളറാണ്. നമ്മുടെ കോക്കോപിറ്റ് ഇതേ കുറേ നേരമായിട്ട് വെള്ളത്തിൽ കിടക്കുന്നു. വെള്ളത്തിനെല്ലാം നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്കിതിനെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ചകിരിയുടെ കറയെല്ലാം കൂടിയാണിത്. ഒരു തട്ട നിറച്ച് കോക്കോപിറ്റ് കിട്ടി. നമുക്ക് 900 grams ഒരു ബ്രിക്കിൽ നിന്ന്. നമ്മുടെ മുൻവശത്തെ മുറ്റത്തെ ഈ ഏരിയയിൽ ഇപ്പം നല്ല വെയിലാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് അവൻ ഉണങ്ങട്ടെ. കുറച്ച് കഴിയുമ്പോൾ വെയിലിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് തട്ടവും മാറ്റി വയ്ക്കാം.